മറുവശം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപക്ഷെ സാധാരണ പോകുന്നതിനപ്പുറത്തേക്ക് ഒരു നോൺ ലീനിയർ പാറ്റേണിൽ മറ്റൊരു വശം സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയും കഥാസന്ദർഭമാണ്. നമ്മുടെ മലയാളത്തിലൊരു ഒരു ഒട്ടുമിക്ക താരങ്ങളും ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അനുറാം എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും ഇതിനു മുമ്പ് കല്യാണിസം, ദം, അതുപോലെ കള്ളം എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ്റെ കൂടി സിനിമയാണ്. ഒരു സുഹൃത്തുക്കളുടെ ഒരു അന്തരീക്ഷം ഈ സിനിമയുടെ ലൊക്കേഷനിൽ കുറച്ചും കൂടി ഒരു കംഫേർട്സുകളും നല്ല കുറേ അനുഭവങ്ങളും നമുക്കും പേഴ്സണലി ഉണ്ട്. ഇതൊക്കെയാണ് മറുവശത്തിൻ്റെ 28-ാം തീയതിയാണ് റിലീസ്, ഫെബ്രുവരി. കൈലാഷ് നമ്മൾ ആദ്യം അറിയുന്നത് നീലത്താമര സോങ്ങിലൂടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റാറിന് വളരെ അടുത്ത ഫ്രണ്ട് ആവുന്നത് അൻരാമേട്ടൻ്റെ സർക്കിളിലൂടെയാണ്. ഞങ്ങൾ ഡയറക്ടറിൻ്റെ സർക്കിളിലൂടെ ഞങ്ങൾ ഇത്ര അടുത്ത സുഹൃത്തുക്കളാവുന്നതും. എന്താ പറയുക, ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് കൈലാഷേട്ടൻ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്, അവിടെ വെയിറ്റ് ചെയ്യും. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് നമ്മൾ തുടങ്ങിയിട്ടില്ല, അന്നത്തെ രാത്രി തങ്കം തുടങ്ങിയിട്ടില്ല, അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന വളരെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് കൈലാഷേട്ടനോട്. അങ്ങനെ കിടപിടിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? എങ്ങനെയാ നിങ്ങളെ അഭിനയൊക്കെ? കൈലാഷേട്ടൻ പിടിച്ച എന്റെ കഴുത്തിനാണെന്നുള്ളൂ, കഴുത്തിന് പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് പൊക്കി ഡയലോഗ് പറയുന്ന ചില സീക്വൻസ് ഉണ്ട്. അന്നാമേട്ടൻ ഈ മൂവി പറയുന്നത് അതിന്റെ മാക്സ് സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റോയസ്റ്റ് ഫോമിലാണ് ചെയ്തു വെക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ആളുകൾ എങ്ങനെയാണോ അത് എത്രത്തോളം നമുക്ക് സിനിമ, നമുക്ക് അതിന് കുറച്ച് പരിമിതികളുണ്ട്. എക്സാക്ട്ലി ലൈഫ് പോലെ നമുക്ക് സിനിമയിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത് അതിന് മാക്സിമം നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ കൈലാഷേട്ടൻ എന്നെ ഒരു ഹോസ്പിറ്റൽ സീക്വൻസിൽ ചോദ്യം ചെയ്യുന്നൊരു സംഭവമുണ്ട്. വളരെ വയലന്റ് ലാംഗ്വേജിൽ അദ്ദേഹത്തിന് കഴിച്ചടിച്ച് ചൂടാവുന്നൊരു സംഭവം. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ജയശങ്കരേട്ടനൊക്കെ പറയും, നമ്മൾ ഷോർട്ടിൻ്റെ ഇടയിൽ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയലോഗ് പറയായിരിക്കും, ഞങ്ങൾ കേൾക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ, എടാ ഞാൻ നിന്നെ 2 പ്രാവശ്യം നോക്കി, നീ എന്താ എന്നെ നോക്കായിരുന്നു, നമ്മൾ നോക്കണമായിരുന്നു. ഇങ്ങനെ പരസ്പരം നോക്കുന്ന സംഭവമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ കൈലാഷിന് ഈ സ്പേസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അനുരാമേട്ട് നമ്മുടെ അത്ര അടുത്ത സുഹൃത്താണല്ലോ. മറ്റേത് സിനിമയെക്കാളും നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് കയ്യിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാം, കറക്റ്റ് വാർത്ത ചെയ്യണമെങ്കിൽ സാധ്യത കൂടുതൽ ഈ ഫിലിമിലാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ ഇത്തിരി പാളിപ്പോയാലും അന്നാമേട്ടൻ അന്ന് പ്ലസന്റ് ആയിട്ട് വന്ന് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം മറ്റൊരു വലിയ പടത്തിൽ, ഇപ്പം ഞാൻ റോഷൻ ആൻഡ്രൂസ് സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ച സല്യൂട്ടിൽ, അവിടെ എനിക്കത് ചോദിക്കാനുള്ള ധൈര്യമില്ല. ബിക്കോസ് ആ സെറ്റ് ആ സാറിനോടുള്ള ബഹുമാനമൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ കയ്യിൽ നിന്ന് വരില്ല. അദ്ദേഹം പറയുന്നത് എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അത് കുറേ കൂടി ഈസിയർ ആക്കും കാര്യം.